ഹായ്. പിന്നെ എനർജിയെ പറ്റി സംസാരിക്കാം. അതായത് ഊർജം എന്ന് പറയുന്ന സാധനത്തെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നമ്മളെ ലൈഫിൽ പലപ്പോഴും ഇങ്ങനെ ഒരു മൂഡിൻ്റെ ഹൈ, ഡിപ്പ് ഇതെല്ലാം തീരുമാനിക്കുന്ന നമ്മുടെ എനർജിയാണ്, നമ്മുടെ ഊർജ്ജമാണ്. ഈ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന തിയറിയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്നത്തെ ഒരു ഔട്ട്ഡേറ്റഡ് തിയറി ആയിട്ടാണ് സയൻസ് തന്നെ കണക്കാക്കുന്നത്. കാരണം എനർജി വാക്യൂത്തിൽ നിന്ന് അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്ന് അല്ലെങ്കിൽ എംപ്റ്റിനെസ്സിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ട് പല തിയറികളിൽ നിന്ന് പറയുന്നുണ്ട്. ഈ ശുദ്ധബോധമായ ശൂന്യതയിൽ നിന്നാണ് ഈ എനർജി റൈസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് പുറമേ തന്നെ ഈ പണ്ടത്തെ കാലം മുതൽ ഈ ഊർജം മെയിൻറ്റെയിൻ ചെയ്ത് 100 വർഷം 1000 വർഷം ജീവിക്കുകയും വയസ്സാവാതെ ശരീരത്തിന് വളരെ എനർജറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ സംസാരിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ കഥകൾ ഒരുപാടുണ്ട്. നേരിട്ട് അത് ചെയ്ത ആരെങ്കിലും പരിചയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറയാൻ ആരും ഉണ്ടാവില്ല. ഊർജത്തിൻ്റെ ഒരു വലയമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ബാബാജി 1000 വർഷമായിട്ട് ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുന്നതെന്ന് വരെ വാദങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഡീപ്പായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. ഈ ഊർജം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്നതാണ്. അതായത് നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഊർജത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഒരു സൈക്കിക് ലെവലിൽ വർക്കാവുന്ന എനർജിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ എനർജി നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളിൽ ഐഡൻറ്റിഫൈ ആകുമ്പോൾ, അതിൽ ഫോക്കസ്ഡ് ആകുമ്പോൾ നമ്മുടെ ഊർജ്ജം കുറയുന്നതായിട്ട് ഞാൻ എപ്പോഴും നോക്കും. നിങ്ങൾ പുറത്തുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുകയാണ്. നിങ്ങളുടെ ഔട്ട്സൈഡിലുള്ള മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ എത്രത്തോളം ഫോക്കസ്ഡ് ആവുന്നു, നിങ്ങളുടെ വണ്ടിയിൽ തന്നെ കൂടുതൽ താല്പര്യം നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് എനർജി അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജത്തെ ഈ ഒരു പർട്ടിക്കുലർ വണ്ടി എന്ന് പറയുന്ന ആ ഒരു കോൺഷ്യസ്നസ് ഇല്ലാത്ത ഒരു മെറ്റീരിയൽ സാധനം തന്നെ വലിച്ചെടുക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ഇതേ കാര്യം നമ്മുടെ ചിന്തകൾക്ക് സംഭവിക്കും. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ വന്നു പോകുമ്പോൾ നമ്മൾ ചിന്തയിൽ ഫോക്കസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ചിന്തയ്ക്ക് നമ്മുടെ ആ ഒരു എനർജിയുടെ ആ ഒരു പുഷ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ ആ ചിന്തയ്ക്ക് അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് നമ്മുടെ എനർജി അതിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ അറ്റൻഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്ക് ശക്തി ഇല്ലാതാകുമെന്നുള്ളത് മാത്രമല്ല, എന്ത് സംഭവിക്കും, നമ്മുടെ ചിന്ത നമ്മളെ ഒരു തരത്തിലും ബാധിക്കില്ല. അതേസമയം നിങ്ങൾ ആ വരുന്ന ചിന്തകൾ ഒരല്പം ശ്രദ്ധ കൊടുത്തു നോക്കൂ, ആ ചിന്ത നമ്മുടെ ഊർജ്ജത്തെ വലിച്ചെടുക്കും. അത് നമ്മുടെ ഊർജ്ജത്തെ അത് വലിച്ചെടുക്കുന്ന മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഈ അറ്റൻഷൻ ആ ചിന്തയ്ക്ക് കിട്ടുന്ന എനർജിയെ റൈസ് ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം അറ്റൻഷൻ ചിന്തയ്ക്ക് കൊടുക്കുന്നു അത്രത്തോളം ആ ചിന്തയ്ക്ക് ശക്തി കൂടും. ഈ ആങ്സൈറ്റി പൊതുവെ വർക്കൗട്ട് ആവുന്നത് ഇങ്ങനെയാണ്. ഒരു മോശം അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വറി ചെയ്യിക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ ആ ചിന്ത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആ ചിന്തയ്ക്ക് അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതിനൊരു മൂല്യം കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് എനർജി മൊത്തം അത് വലിച്ചെടുക്കുകയും ആ ചിന്തയ്ക്ക് ശക്തി കൂടുകയും ചിലപ്പോൾ ആ ചിന്ത റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്തൊന്നും ഇരിക്കാം. അതുപോലെ തന്നെ നേരെ തിരിച്ച് സംഭവിക്കും, വൈസ് വേഴ്സ സംഭവിക്കും. നമ്മുടെ അവയർനെസ് ആണ് ബേസിക് ആയിട്ടുള്ള ഊർജ്ജത്തിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനം. അതായത് അവയർനെസ് എന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാണ്. അതൊരു പ്യുവർ എനർജിയാണ്. എനർജിക്ക് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി അങ്ങനെയൊന്നുമില്ല. എനർജിയാണ്. അതിനെ നമുക്ക് നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം, പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. നമ്മളത് എത്രത്തോളം പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. ഇതിന് പുറമേ തന്നെ നമുക്ക് എത്രത്തോളം എനർജി ഉള്ളിൽ കൺസർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ആ കൺസർവേഷനാണ് നമ്മുടെ ആ ഒരു ബോധതലത്തിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതും ഒരു എനർജി എക്സ്പ്ലോഷൻ തന്നെ ചിലപ്പോൾ നമ്മുടെ ചുറ്റിനും സംഭവിച്ചെന്നിരിക്കുക. നോക്കൂ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും ചെയ്യാതെ ഒരു ദിവസം വീട്ടിൽ ഇരുന്നാൽ പോലും നമുക്ക് വളരെ ക്ഷീണവും തളർച്ചയും തോന്നും. കാരണം നമ്മുടെ ലൈഫ് എനർജി നമ്മുടെ ചിന്തകളിലങ്ങ് ഫോക്കസായി പോകുന്നതുകൊണ്ടാണ്. നമ്മുടെ ഊർജ്ജം മൊത്തം നമ്മുടെ ചിന്തകൾ വലിച്ചെടുക്കുകയാണ്. അത് കാരണം നമ്മുടെ ലൈഫ് എനർജി ഇങ്ങനെ ലോ ആവും. അതേസമയം നമ്മൾ ചിന്തയിൽ ഇത് കൊടുക്കാതെ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേറെ കാര്യങ്ങളിലോട്ട് നമ്മുടെ എനർജി ഫ്ലോയിങ്ങിനെ വിടാതെ നമ്മുടെ ഉള്ളിൽ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ എനർജി പയ്യെ പയ്യെ ഒരു റിസർവോയർ പോലെ ഇങ്ങനെ തളങ്ങിട്ട് അതിൻ്റെ വാല്യൂ കൂടി വരും. ഈ സാസനിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതായിട്ട് പറയുന്നത് ഇതാണ്. അതായത് സെൻ മെഡിറ്റേഷനായ സാസൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വെറുതെ ഇരിക്കും തോറും നമ്മൾ ആ എനർജി വേസ്റ്റ് ചെയ്യുന്നില്ല. ആ എനർജി നമ്മളിങ്ങനെ ഒരു റിസർവോയറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വരികയാണ്. സ്റ്റോർ ചെയ്ത് ആ എനർജി ഇങ്ങനെ റൈസ് ചെയ്ത് അവസാനം അത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ശുദ്ധമായ ബോധത്തിലേക്ക് നമ്മൾ എത്തും എന്നാണ് കൺസെപ്റ്റ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ അറ്റൻഷൻ അല്ലെങ്കിൽ എൻ്റെ അറ്റൻഷനാണ് എനർജിയെ പുറത്തേക്ക് വിടുന്നത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ എൻ്റെ അറ്റൻഷൻ എൻ്റെ ഉള്ളിലേക്ക് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എനർജി എൻ്റെ ഉള്ളിൽ തന്നെ കൺസേർവ്ഡ് ആയിട്ടിരിക്കും.
അത് പുറത്തുള്ള ശക്തികൾ എൻ്റെ ഊർജ്ജം വലിച്ചെടുക്കില്ല. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ തന്നെ ആ എനർജിയെ കൺസർവ് ചെയ്ത് നിർത്താൻ എനിക്ക് സാധിക്കും. അതെനിക്ക് എപ്പോഴും ഒരു സുഖം തരും. അതെന്നെ എപ്പോഴും ആക്റ്റീവായിട്ട് നിർത്താൻ സാധിക്കും. ഈ എനർജി ഉപയോഗിച്ച് പ്രായം കുറയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം വയസ്സാവാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് യോഗിക് സയൻസിലൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് അനുഭവമൊന്നും ഇതുവരെ ഇല്ല. എൻ്റെ പ്രായത്തിനേക്കാൾ കുറഞ്ഞ പ്രായമാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ ചിലപ്പോൾ അതെനിക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കാം, എനിക്കറിയില്ല. എനിവേ, ഈ ഒരു കാര്യത്തിൽ, അതായത് നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു എനർജി റൈസിങ്ങിന് പറയും, ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കാര്യത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ അറ്റൻഷൻ എൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ, എൻ്റെ ഹാർട്ടിലോട്ട് കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ടിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഒരു സ്പിരിച്വൽ ഹാർട്ടിലേക്ക്, എൻ്റെ ശരീരത്തിനകത്തോ പുറത്തോ ആണതെന്ന് ഞാൻ പറയുന്നില്ല, അതെവിടെയോ ഉണ്ട് എന്നെനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അവിടെ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിന്തകൾ തലയിൽ ഇങ്ങനെ വന്ന് മറിയുമ്പോൾ ആ ചിന്തയിൽ ഫോക്കസ് ചെയ്യാതെ ഞാൻ എൻ്റെ അറ്റൻഷൻ എൻ്റെ തലയിൽ നിന്ന് മാറ്റി എൻ്റെ ഹൃദയത്തിലേക്ക് വച്ചേക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചിന്തകൾ അവിടെ അപ്പോഴാണ് റണ്ണിങ് ആയിരിക്കും, പക്ഷേ ചിന്തയ്ക്ക് ഞാൻ ബലം കൊടുക്കുന്നില്ല, ഞാൻ അതിൻ്റെ ഒരു വാല്യൂ റൈസ് ചെയ്യുന്നില്ല. ഞാൻ പകരം ആ ഹാർട്ടിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു പരമാനന്ദം ഉണ്ടാവാറുണ്ട്, ഒരു സുഖം. അതൊരു നമ്മൾ ഈ ഒരു ഷുഗർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താ ലഹരി പദാർത്ഥം എടുക്കുമ്പോൾ കിട്ടുന്ന സുഖമായിട്ട് അത് കമ്പയറബിൾ അല്ല. ഒരു സ്വസ്ഥമായ ഇരിപ്പാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു സ്വസ്ഥമായ അവസ്ഥയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ഒരു അറ്റൻഷൻ സ്പാൻ ഈ ഒരു ഏരിയയിലാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇങ്ങോട്ട് തലയുടെ മുകളിലേക്ക് അത് ഞാൻ കൊണ്ടുവരാറേ ഇല്ല. ഞാൻ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാത്തതും അതുകൊണ്ടാണ്. ഞാനതിനിവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ അതിലിങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കും. അതെനിക്ക് ഭയങ്കരമായ ഊർജ്ജം തരും. അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ തളരാറില്ല, ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കും. ഈ ഊർജ്ജം എൻ്റെ ചുറ്റിനും ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഫീൽ ചെയ്യുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പം സത്യമായിരിക്കാം, ചിലപ്പോൾ അവരുടെ തോന്നലായിരിക്കാം, എനിക്കറിയില്ല അതിനെപ്പറ്റി. അതുപോലെ തന്നെ പക്ഷേ ഈ ഊർജ്ജം ഭയങ്കരമായി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഓഷോയാണ്. ഓഷോ കാലക്രമേണ പ്രായം ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ ശരീരം ഡിറ്റീരിയറേറ്റ് ചെയ്തു, അദ്ദേഹത്തിന് വയസ്സായി, ഒരുപാട് നഷ്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് ഫിസിക്കൽ വേൾഡിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഊർജ്ജത്തിന് യാതൊരു തരത്തിലുള്ള കോട്ടവും തട്ടിയിട്ടില്ല. നോക്കൂ, ഓഷോയെ ഏറ്റവും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കണ്ടവർക്കും അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈമിൽ കണ്ടവർക്കും അറിയാം, ഓഷോയുടെ അടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു എനർജി ഫ്ലോ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാര്യം അദ്ദേഹം എപ്പോഴും പറയണം, അദ്ദേഹം എപ്പോഴും സെൻറ്റേർഡാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അദ്ദേഹത്തിൻ്റെ അവയർനെസ്സിൽ അദ്ദേഹം സെൻറ്റേർഡായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അറ്റൻഷൻ അദ്ദേഹം പുറത്ത് ലോകത്തിലേക്ക് വിടാറില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ സെൻറ്റേർഡായിട്ട് നിർത്തുന്നതുകൊണ്ട് അവിടെ ഈ ഊർജ്ജം ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക, ഒരു ഫൗണ്ടൈനിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഊർജ്ജം ഇങ്ങനെ പുറത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷന് ചുറ്റും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആ ഊർജ്ജത്തിൽ നിന്ന് ഭയങ്കരമായൊരു സുഖവും അട്രാക്ഷനും ഒക്കെ ഉണ്ടാവും. ഓഷോയുടെ അടുത്തേക്ക് ആളുകൾ ഇത്രയും അട്രാക്റ്റഡ് ആയതിൻ്റെ റീസൺ തന്നെ ഈ ഒരു എനർജി ഫ്ലോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളും ഈ ഒരു എനർജി കൺസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലോട്ട് അറ്റൻഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിന്തയിലോട്ട് അറ്റൻഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എനർജി ലോസിൻ്റെ ഒരു 50% നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം ചിന്തയാണ് നമ്മുടെ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജം മൊത്തം ഊറ്റി കുടിക്കുന്നത്. ഇത് മറ്റ് വ്യക്തികളിലേക്ക് പോകും. നമ്മുടെ ലൈഫിൽ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു പേഴ്സൺ, നമ്മുടെ ലൈഫിൽ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കുകയാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾക്കും മറ്റ് ഉപദ്രവങ്ങൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അതിന് അവസരം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ അവിടോട്ട് പോവുകയാണ്. നമ്മുടെ അറ്റൻഷൻ നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ നമ്മുടെ എനർജി ഫ്ലോ മൊത്തം അവരിലേക്ക് ഒഴുകി പോവുകയാണ്. നിങ്ങൾ ഈ ഗുഹയിലുള്ളിൽ, മലയുടെ ഉള്ളിലൊക്കെ ഇരുന്ന് വർഷങ്ങളോളം തപസ് ചെയ്യുന്ന ഈ ബുദ്ധസന്യാസിമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. പലരും 3 വർഷമൊക്കെ മലയുടെ മുകളിലൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ ഒരു ആളൊഴിഞ്ഞ ഗുഹയിലിരുന്ന് ഈ ഹിമാലയത്തിൻ്റെ താഴ്വരകളിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഈ ബുദ്ധസന്യാസിമാർ. 3 വർഷവും 3 മാസവും 3 ദിവസമാണ് അവർ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു റിട്രീറ്റ്. അതിനെ റിട്രീറ്റ് എന്ന് പറയും. അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ ഔട്ട്സൈഡ് ലോകത്തിൽ നിന്ന് കംപ്ലീറ്റ് കണക്ഷൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ഉള്ളിലുള്ള ആ ഊർജ്ജത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഊർജ്ജം ഇങ്ങനെ റൈസ് ചെയ്ത് വരുമ്പോൾ അവരുടെ ചുറ്റിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺഎക്സ്പ്ലെയിനബിൾ ആണ്. അതുകൊണ്ടാണ് അത്തരം സന്യാസിമാർ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നൊരു സന്യാസിയെ കണ്ടാൽ അവർക്ക് വല്ലാത്തൊരു ഹൃദയമുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇത് ഈ മന്ത്രോച്ചാരണം ചെയ്യുന്ന ആളുകളിൽ മന്ത്രത്തിനല്ല വില, അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഉച്ചാരണത്തിലാണ് കാര്യം. അതിന് നിങ്ങൾ ഒരു മന്ത്രത്തിന് പകരം കൊക്കക്കോള എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ പോലും അത് വർക്കാവും.
ഈ സഹസ്ര സഹസ്ര മന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ദശമന്ത്രം എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങളോളം തവണ ഗായത്രി മന്ത്രമൊക്കെ ഉരുവിടുന്ന ചില ചടങ്ങുകളും ചില ഈ പൂജകളും യാഗങ്ങളും ചില മെഡിറ്റേഷൻ പ്രാക്ടീസുകളും ഒക്കെ ഉണ്ട്. അത് ചെയ്തൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഇപ്പോൾ ഒരു 24 ലക്ഷം തവണയൊക്കെ ഗായത്രി മന്ത്രം പറഞ്ഞിട്ട് ആ പ്രോസസ്സ് കഴിഞ്ഞ് പുറത്ത് വരുന്നൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ചുറ്റും ഒരു ഭയങ്കരമായ ഒരു പ്രഭ ഉണ്ടായിരിക്കും. അവരുടെ ഫേസൊക്കെ ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് നിൽക്കും. അതിൻ്റെ റീസൺ എന്താണ്? ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് അവരുടെ ഊർജ്ജമെല്ലാം അവർ ഈ പറയുന്ന ഒരു വാക്കിൽ അവർ മൈൻഡ്ഫുള്ളായിട്ട് അതിലോട്ട് വൺ പോയിന്റഡ് ആക്കുകയാണ്. അത് എനർജി ലോസ് സംഭവിക്കുന്നില്ല. എനർജി അവരുടെ ഉള്ളിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതാണ് ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഊർജ്ജത്തിന്, ആ ഒരു ഭംഗിയുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് അവരുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് കാരണമാവുന്നത്. ഈ ഓഷോയുടെ ചുറ്റും എപ്പോഴും ഒരു ബുദ്ധ ഫീൽഡ് ഉണ്ടായിരുന്നു. ഇത് രമണ മഹർഷിക്ക് ചുറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓഷോയെ പറ്റി ഞാൻ സംസാരിക്കാം. ഈ ഓഷോയുടെ ചുറ്റും ഈ ബുദ്ധ ഫീൽഡ് ഉണ്ടായതിൻ്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈഗോയുടെ സെൽഫ് സെൻറ്റേർഡിനെ പറ്റിയല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സെൽഫിൻ്റെ ഉള്ളിൽ അദ്ദേഹം വൺ പോയിന്റഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൽ അദ്ദേഹം റെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചുറ്റിനും ഭയങ്കരമായ ഒരു എനർജി റൈസാണ് ഉണ്ടാകുന്നത്. ഒരു ഭയങ്കര ഒരു എനർജി, ഒരു വൈബ്രേഷണൽ ഫീൽഡ് അദ്ദേഹത്തിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഒരു ഫീൽഡാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓഷോ ഈ ഒരു ഊർജ്ജത്തിന് ലോസ് ഉണ്ടാവാതെ ഊർജ്ജം അദ്ദേഹത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്കൊന്നു അദ്ദേഹം അമേരിക്കയിൽ രജനീഷ്പുരം എന്ന് പറഞ്ഞ ടൗൺ ഉണ്ടാക്കി അവിടെ താമസിക്കുമ്പോൾ 4 വർഷത്തോളം ആരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ മുറിയിൽ സ്വസ്ഥമായി ഇരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം 4 വർഷം അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെറുതെ ഇരിക്കുകയാണ് ചെയ്തത്. ആലോചിച്ചു. അദ്ദേഹം രാവിലെ ആഹാരം കഴിക്കുന്നു, ഉച്ചയ്ക്കൊന്ന് കുളിക്കുന്നു, ബാക്കി സമയത്ത് ഉറങ്ങുന്നു. അല്ലാതെ ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, സ്പിരിച്വൽ ഹാർട്ടിൽ വെറുതെ റെസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ എനർജി ലോസ് ഉണ്ടാകുന്നില്ല. ആ ഒരു എനർജി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തളം കെട്ടി അത് എക്സ്പ്ലോഡ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തുന്നതുകൊണ്ടാണ്. ഒരു സമയത്ത് രജനീഷ്പുരത്തിലേക്ക് തീർത്ഥാടനം എന്നുള്ള പേരിൽ അവിടെ നടക്കുന്ന ഫെസ്റ്റിവലിൽ വർഷത്തിൽ 1,00,000-ഓളം ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഒഴുകിയെത്തിയത്. കാരണം ആ ഒരു ഫീൽഡാണ് അവരെ അവിടേക്ക് കൊണ്ടുവരുന്നത്, ആ ഒരു എനർജി സോഴ്സ്. സൂര്യൻ ഒരു ഭയങ്കര എനർജി സോഴ്സാണ്. സൂര്യൻ അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഊർജ്ജം കിട്ടുന്നത്, ജീവിക്കാൻ സാധിക്കുന്നത്. നമുക്കൊരു ഫിസിക്കൽ ഊർജ്ജവും ഫിസിക്കൽ ലൈവ്ലിഹുഡും എല്ലാം നടക്കാനുള്ള ഒരു സോഴ്സായിട്ട് സൂര്യൻ നിൽക്കുന്നു. ഈ സൂര്യനിൽ ഡിപ്പെൻഡൻ്റ് ആയാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത് ഒരു ഫിസിക്കൽ വേൾഡിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ഊർജ്ജത്തിൻ്റെ ഒരു ഗോളമായിട്ട് മാറുമ്പോൾ നമ്മളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ വരും. ഇങ്ങനെ ആളുകളെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ ഊർജ്ജം കൺസേർവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഈ ആവശ്യമില്ലാതെ സ്വയം ഭോഗം, മസ്റ്റർബേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരു എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു എനർജി ലോസ് ഉണ്ടാക്കാതെ നമ്മൾ ആ ഒരു ഊർജ്ജത്തിന്, ആ ഒരു ലൈഫ് ഫോഴ്സിന് നമ്മുടെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ സ്പിരിച്വൽ കൺസെപ്റ്റിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ടെക്നിക്കാലിറ്റിയിൽ പറഞ്ഞാൽ പ്രാണ റൈസ് ചെയ്യും, കുണ്ടലിനെ റൈസ് ചെയ്യും എന്നൊക്കെ പറയും. ഞാൻ അത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ റൈസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവൽ റൈസ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം സഹായിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട ഇത്രമാത്രം അറ്റൻഷൻ നമ്മുടെ ഉള്ളിലേക്ക് തിരിക്കുക. നമ്മൾ പുറത്തോട്ട് എന്തിലേക്ക് അറ്റൻഷൻ കൊടുക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഊർജ്ജം ലോസായി പോകാനും നമ്മുടെ ഊർജ്ജം വലിച്ചെടുക്കുന്ന ആളുകൾ തന്നെ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം സംഭവിക്കാതെ വി ഷുഡ് ടേൺ ഇൻവേർഡ്. നമ്മൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് തിരിയണം. ലുക്ക് ഇൻസൈഡ് യു. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ പൂർണ്ണമായ അറ്റൻഷൻ കൊടുക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ രമണ മഹർഷിയുടെ സെൽഫ് എൻക്വയറി എന്ന് പറഞ്ഞ പ്രാക്ടീസിൽ നമ്മുടെ സെൽഫ് എൻക്വയറി ചെയ്യുമ്പോൾ പുള്ളി പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഐ എന്ന് പറയുന്ന ആ ഐയിലോട്ട് എപ്പോഴും ശ്രദ്ധ കൊടുക്കാനാണ് പറയുന്നത്. നമ്മുടെ അറ്റൻഷൻ നമ്മൾ എപ്പോഴും ആ ഐയിലേക്കാണ് കൊടുക്കുന്നത്. അവിടെ അപ്പോൾ ഈ എനർജി ലോസ് സംഭവിക്കാതെ ഭയങ്കരമായ ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൺസർവ് ചെയ്യപ്പെടുകയാണ്. ആ ഒരു എനർജി റൈസിങ്ങിൻ്റെ പവർ കാരണമാണ് നമ്മുടെ ഈഗോ, ഐ എന്ന് പറയുന്നത് ഡിസോൾവ് ആയി പോകുന്നത്. അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി പറയുകയാണ് ഞാൻ. ഈ ടെക്നിക്കാലിറ്റി ഒന്ന് മനസ്സിലാക്കാതെ തന്നെ നമുക്ക് സെൽഫ് എൻക്വയറി ചെയ്ത് നമുക്ക് സെൽഫിനെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിലോട്ട് നമ്മുടെ ഫോക്കസ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ റൈസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺഎക്സ്പ്ലെയിനബിൾ ആണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിയുന്ന നിമിഷം ഫോൺ ഉൾപ്പെടെ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ അറ്റൻഷൻ ഫോണിലോ നിങ്ങളുടെ ഫീഡിലുള്ള സോഷ്യൽ മീഡിയയിലോ ഷോർട്സിലോ ഒന്നും കൊടുക്കാതെ, ടി വിയിൽ കൊടുക്കാതെ, നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകളിൽ കൊടുക്കാതെ, നിങ്ങളുടെ ചിന്തകളിൽ കൊടുക്കാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ സെൻറ്റേർഡ് ആയിട്ടിരുന്ന് നോക്കൂ. ഭയങ്കരമായ ഒരു എനർജി എക്സ്പോഷർ സംഭവിക്കും.
ഞാൻ ഒരു ചെറുപ്പമായിട്ട് കാണുന്ന ഇതിനെയാണ്. അതായത് ഓഷോ 60-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും ഓഷോയുടെ മനസ്സ് വളരെ ഷാർപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്റ്റ് ഭയങ്കര ഷാർപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ എനർജി ഇത്രയും ഹൈ ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ ആ ലൈഫ് എനർജി അദ്ദേഹത്തിന് അടുത്ത് ചെല്ലുന്നവർക്കൊക്കെ ഒരു സന്തോഷം, ആഹ്ലാദം, എക്സ്റ്റസി സംഭവിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരം ഡിറ്റീറിയറേറ്റ് ചെയ്യാണ്, വയസ്സാവുകയാണ്. ഈ ഫിസിക്കൽ വേൾഡിൽ ടൈമിൽ കൂടി എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ശരീരം അങ്ങനെ ഡിറ്റീറിയറേറ്റ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു എനർജി, നമ്മൾ ഈ കൺസർവ് ചെയ്യുന്ന എനർജി കൊണ്ട് ശരീരത്തിൻ്റെ അസുഖങ്ങൾ മാറ്റാനും ശരീരം വയസ്സാവാതെ പിടിച്ചു നിർത്താനും സാധിക്കുമെന്ന് പലരും അവകാശപ്പെടുന്നു. എനിക്കതിനെപ്പറ്റി അറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷ നോക്കാവുന്നതാണ്. ചിലപ്പോൾ അത് വർക്കാവുകയും ചെയ്യും. വർക്കായിട്ടുണ്ടാവാം. കഥകൾ എല്ലാ മിത്തിലും, എല്ലാ എന്താ പറയുക, ഒരു അത്ഭുത കഥകളിലും ഒരു സത്യമുണ്ട് എന്നാണല്ലോ നമ്മുടെ ചരിത്രവും നമ്മുടെ അനുഭവം അങ്ങനെയാണ്. പക്ഷേ ബേസിക്കായിട്ട് നമ്മുടെ ലൈഫ് എനർജി നമ്മൾ റൈസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ആയില്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ആവണം. കാരണം ഇത് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്കൊരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എനർജി റൈസ് ചെയ്തിരിക്കണം. നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ, നമ്മൾ യോഗ ചെയ്യുമ്പോൾ, നമ്മൾ ക്ലീനായിട്ട് ആഹാരം കഴിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ എനർജി റൈസ് ചെയ്യിക്കും. കാരണം ഒബിയസ്ലി വി ആർ ഡൂയിങ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഫോക്കസിങ് ഓൺ അവർ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു എനർജി റൈസിങ് നമുക്ക് തരുമെന്നുള്ള സത്യമാണ്. നമ്മളൊരു നല്ല ആഹാരം കഴിക്കുമ്പോൾ നമുക്കൊരു എനർജി റൈസിങ് ഉണ്ടാവും. നമ്മൾ നല്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എനർജി റൈസിങ് ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട്. ലിമിറ്റേഷൻ ഇല്ലാത്തതും ഇൻഫിനിറ്റിയിലും അല്ലെങ്കിൽ സർവ്വചരാചരങ്ങളിലൂടെയും കടന്നു പോകുന്ന ആ ഒരു ലൈഫ് എനർജിക്ക് അതിരുകളില്ല. അപ്പോൾ ആ ഒരു എനർജിയാണ് നമ്മൾ കൂടുതൽ നമ്മളിൽ റൈസ് ചെയ്യേണ്ടത്. അത് റൈസ് ചെയ്യാൻ നമ്മളിപ്പോൾ ഈ ജിതു കൃഷ്ണമൂർത്തിയുടെ കാഴ്ചപ്പാട് വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതാവണം. ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന എപ്പോഴാണ്? സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ ചിന്തയും നമ്മളും തമ്മിൽ ഡിവിഷൻ ഉണ്ടാകുമ്പോൾ, നമ്മളെന്ന് പറയുന്നത് ഒരു ചിന്തയാണ്, നമ്മുടെ ചിന്തയും ഒരു ചിന്തയാണ്. ഇത് തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇത് രണ്ടും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ കോൺഫ്ലിക്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പം ഇതുപോലുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഫ്രീ ആവും. നമ്മുടെ അറ്റൻഷൻ നമ്മുടെ ഞാനെന്ന് പറയുന്ന ഭാവത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫിലേക്ക് നമ്മുടെ ഫുൾ അറ്റൻഷൻ ഇങ്ങനെ തിരിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ, ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ഫിസിക്കൽ റിയാലിറ്റിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് ശരീരം കൊണ്ട് ഇത് ബന്ധിതമല്ല, ഇതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. പക്ഷെ നിങ്ങളിപ്പോൾ ആദ്യം ഇതിൽ തുടങ്ങുക. നിങ്ങളുടെ ഉള്ളിൽ എനർജി കൺസർവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും എന്തെന്നില്ലാത്തൊരു അനുഭൂതിയും ഒരു ഊർജ്ജവും ഒക്കെ ഇതിൽ നിന്നുണ്ടാവും. അതൊരു ഫാക്റ്റാണ്. അതെൻ്റെ അനുഭവം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത്. ഇത് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾക്കിനി വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ അതിനുവേണ്ടി വെജിറ്റേറിയൻ ആവണ്ട, നിങ്ങൾ അതിനുവേണ്ടി വലിയ മനുഷ്യനാവണ്ട, നിങ്ങൾ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് പൈസ കൊടുത്ത് മേടിക്കണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ബോധമുണ്ടോ? നിങ്ങളെ ബോധമില്ലേ, നിങ്ങളുടെ അവയർനെസ്, അത് മാത്രം മതി നിങ്ങൾക്ക്. നിങ്ങളുടെ അറ്റൻഷന് നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിക്കാനായിട്ട് നിങ്ങൾക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന ഈ ഒരു അറ്റൻഷൻ ഒരു നിമിഷം നിങ്ങളിലേക്ക് ടേൺ ചെയ്യുക. അതൊരു ലൈഫ് ചേഞ്ചിങ് സംഭവമായിട്ട് മാറും. ഇറ്റ് വിൽ എക്സ്പ്ലോഡ് ഇൻസൈഡ് യു എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞ സത്യം. ആ ഊർജ്ജം നിങ്ങൾക്ക് എത്രത്തോളം കൺസർവ് ചെയ്യുന്നോ അത്രത്തോളം ഉയർന്ന ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് നിങ്ങൾ പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വേറെ ഒരു വാഗ്ദാനമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ പരീക്ഷിച്ചാൽ ഒരു മണിക്കൂർ ട്രൈ ചെയ്താൽ തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അതിന് വേറെ നിങ്ങൾ ഇനി മണിക്കൂറുകളുള്ള വീഡിയോസ് കാണണ്ട, നിങ്ങൾ വേറെ യോഗിക് പ്രാക്ടീസ് ഒന്നും ചെയ്യേണ്ട. ഈ യോഗ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഫിസിക്കലായിട്ട് ചെയ്യുന്ന യോഗ എന്നെ സംബന്ധിച്ച് വെറും ഫിസിക്കൽ സ്ട്രെച്ചിങ് എക്സസൈസ് മാത്രമാണ്. അതുകൊണ്ടല്ലോ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഊർജ്ജവും ചെറിയ ബെനിഫിറ്റുകളും ഉണ്ടാകും. ആ ബെനിഫിറ്റ് എല്ലാം നിങ്ങൾക്കുണ്ടാകും. അതേസമയം ചിത്തവൃത്തി നിരോധിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഊർജ്ജത്തിൻ്റെ റൈസിങ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. എല്ലാ കാര്യവും ബോധത്തോടു കൂടി ചെയ്യുക, അവയർനെസ്സോടു കൂടി ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എനർജി ലോസ് സംഭവിക്കില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഈ 10 രൂപ എടുക്കുകയാണ്, ഞാനത് എടുക്കുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഞാനത് എടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എനർജി ലോസ് ഇല്ല. പക്ഷേ അതേസമയം ഞാനിവിടെ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് 10 രൂപയാണ്, ഞാനിത് എടുത്തു, അയ്യോ എൻ്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ 10 രൂപ ഞാനിങ്ങനെ 1000 രൂപയാക്കും. ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്ന് മറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രോസസ്സും ഈ പറയുന്ന ചിന്തകളും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. അവിടെ ഒരു ആവശ്യമില്ലാത്ത പിടിവലി നടക്കുകയാണ്. അപ്പോൾ ഓബിയസ്ലി എനർജി ലോസ് ഉണ്ടാകും. ഈ 10 രൂപ നോട്ടിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുകയും ഇത് പണമാണ്, ഈ പണം വളരെ വാല്യൂബിളാണ്, ഈ പണം എന്ത് മനോഹരമാണെന്ന് പറഞ്ഞ് ഞാൻ ഇതിൽ തന്നെ എൻ്റെ ഫോക്കസും എൻ്റെ അറ്റൻഷനും എൻ്റെ കോൺസെൻട്രേഷനും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ
എനിക്ക് എനർജി ലോസ് ഉണ്ടാവും. എൻ്റെ എനർജി കുറേയൊക്കെ ഈ പണത്തിലേക്ക് പോകും എന്നുള്ളതൊരു വാസ്തവമാണ്. ചിലപ്പോൾ അത് മറ്റു മനുഷ്യരിലേക്കും പോകും. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ. അതായത് നമ്മൾ മറ്റൊരാളിലേക്ക്, ഒരു വ്യക്തിയിലേക്ക്, ഒരു വസ്തുവിലേക്ക് അറ്റൻഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഊർജ്ജം അവരിലേക്ക് ഒഴുകി പോകുന്നതും നമ്മുടെ ഉള്ളിൽ നിന്ന് ഊർജ്ജം നഷ്ടപ്പെടുന്നതും നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവും ഇല്ല. അപ്പോൾ അത് എങ്ങനെ നിർത്താമെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ സെൽഫിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഈഗോ റൈസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ ഞാനിപ്പോൾ അതാവണം മറ്റതാവണം എന്ന് ചിന്തിക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത്. നിങ്ങളുടെ ബോധം റൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ ഹാർട്ടിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ഈ പുറത്തേക്ക് വിടുന്ന ഈ ഊർജ്ജത്തിനെ നിങ്ങളുടെ ഉള്ളിൽ കുറച്ചു നേരം പിടിച്ചു നിർത്തും. ഇതൊരു എഫേർട്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും പിന്നീട് ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യമാണ്. ഒരു ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ആദ്യം എഫേർട്ടോടുകൂടി തന്നെ ചെയ്യണം. പിന്നെ അത് സ്വാഭാവികമായി ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിന് എഫേർട്ട് വേണമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. കാരണം ഈ എഫേർട്ട്ലെസ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് എല്ലാ കോൺഷ്യസ് ലെവലിലുള്ള ആളുകൾക്കും എത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഒരു ബേസിക് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉള്ള ആളുകൾ. നമ്മുടെ നാട്ടിൽ ഇന്ന് ബേസിക് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ലെവലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ സെൻറ്റേർഡ് ആയിട്ട് ഊർജ്ജം പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ എന്താ പറയുക, അതൊരു ഭയങ്കരമായ ഒരു അനുഭവം നിങ്ങൾക്ക് തരും. ഞാനതിനെ പറഞ്ഞു, ഞാൻ ബേസിക്കായിട്ട് ചെയ്യുന്നൊരു കാര്യം, ഐ വിൽ റെസ്റ്റ് ഓൺ മൈ സെൽഫ്. ഞാൻ എന്നിങ്ങനെ എൻ്റെ ഉള്ളിൽ ശ്വാസം എടുത്ത് വിടുമ്പോൾ ഞാൻ അവിടെയാണ്, എൻ്റെ ഉള്ളിലാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ സ്വസ്ഥമായി അവിടെ ഇരിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അത് ഒരു ദിവസം ഈസിയായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും ഇത് സാധിക്കും. ഇപ്പോൾ കോമൺ സെൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ സെൽഫ് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഭയങ്കരമായ എനർജി ലോസ് സംഭവിക്കുന്നതിൽ അതിശയമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം എനർജി കൺസേർവ് ആവുന്നോ അത്രത്തോളം ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. I hope this is helpful for you. Thank you.